UPI പേയ്മെന്റ് സംവിധാനത്തിൽ UPI Lite X എന്ന പുതിയൊരു ഫീച്ചർ കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. വളരെ എളുപ്പത്തിൽ പേയ്മെന്റുകൾ നടത്തുന്നതിനായി UPI ആപ്പുകളായ ഗൂഗിൾ പേ, ഫോൺ പേ, paytm, ഭീം ആപ്പ് തുടങ്ങിയവയൊക്കെ തന്നെ എല്ലാവരും വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം UPI ആപ്പുകൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ, അതായത് 2022 സെപ്റ്റംബറിൽ തന്നെ UPI Lite എന്ന പുതിയൊരു ഫീച്ചർ NPCI കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം 2023 സെപ്റ്റംബറിൽ പുതിയൊരു ഫീച്ചർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. അതാണ് UPI Lite X എന്നത്. UPI Liteഉം UPI Lite Xഉം തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? വീഡിയോ കാണുക. DreamzNetലേക്ക് സ്വാഗതം. UPI Liteഉം UPI Lite Xഉം തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാവുന്ന പോലെ കുറഞ്ഞ തുകയുടെ പേയ്മെന്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് UPI Lite എന്ന സംവിധാനം നമ്മൾ ഉപയോഗിക്കുന്നത്. UPI ആപ്പുകൾ തന്നെ, അതായത് ഗൂഗിൾ പേ, ഫോൺ പേ, paytm തുടങ്ങിയവയ്ക്ക് ഉള്ളിൽ ഉള്ള ഒരു ഫീച്ചറാണ് UPI Lite. ഈ UPI Lite എന്ന ഈ ഒരു ഫീച്ചർ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ തുകയുടെ ഇടപാടുകൾ വളരെ വേഗത്തിൽ നടത്താനാകും. UPI Lite ഉപയോഗിച്ച് ഒരു തവണ പരമാവധി 500 രൂപ വരെയുള്ള പേയ്മെന്റുകൾ മാത്രമേ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. അതായത് 1 രൂപ മുതൽ പരമാവധി 500 രൂപ വരെയുള്ള പേയ്മെന്റുകൾ നടത്താൻ UPI Lite ഉപയോഗിക്കാം. UPI Lite ഉപയോഗിച്ച് ഒരു ദിവസം നടത്താവുന്ന പരമാവധി ഇടപാട് തുക 2000 രൂപയാണ്. UPI Lite എന്ന് പറയുന്നത് UPI ആപ്ലിക്കേഷനകത്തുള്ള ഒരു വാലറ്റ് ആണ്. ഈ വാലറ്റിൽ നമുക്ക് പണം സൂക്ഷിക്കാനാവും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഒരു 2000 രൂപ ഈ ഒരു അക്കൗണ്ടിലേക്ക്, ഈ ഒരു വാലറ്റിലേക്ക്, UPI Lite എന്ന അക്കൗണ്ടിലേക്ക് നമുക്ക് മാറ്റി സൂക്ഷിക്കാനാകും. എന്നിട്ട് ചെറിയ തുകയുടെ പേയ്മെന്റുകൾ, നേരത്തെ പറഞ്ഞതുപോലെ 1 രൂപ മുതൽ 500 രൂപ വരെയുള്ള പേയ്മെന്റുകൾ നടത്തുന്നതിന് ഈ അക്കൗണ്ടിൽ നിന്നും, ഈ വാലറ്റിൽ നിന്നും നമുക്ക് പേയ്മെന്റ് നടത്താൻ സാധിക്കും. അതിനാൽ UPI Lite ഉപയോഗിച്ച് നമ്മൾ പേയ്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നല്ല ആ തുക കുറയുന്നത്, മറിച്ച് UPI Lite എന്ന ഈ വാലറ്റിൽ നിന്നുള്ള തുകയാണ് നമ്മൾ പേയ്മെന്റിനായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഇടപാടുകൾ, അതായത് UPI Liteൽ നിന്ന് നമ്മൾ നടത്തുന്ന ഇടപാടുകളൊന്നും തന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ വരുന്നതല്ല. ബാങ്ക് അക്കൗണ്ടിൽ നിന്നും UPI Liteലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് മാത്രമേ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുകയുള്ളൂ. അതിനുശേഷം UPI Liteലെ പണം ഉപയോഗിച്ച് എത്ര പേയ്മെന്റുകൾ നടത്തിയാലും, 500 രൂപ വരെയുള്ള എത്ര പേയ്മെന്റുകൾ തന്നെ നിങ്ങൾ നടത്തിയാലും അത് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ വരുന്നതല്ല. UPI Lite ഉപയോഗിച്ച് പേയ്മെന്റുകൾ നടത്തുമ്പോൾ UPI പിൻ ഉപയോഗിക്കേണ്ടതില്ല എന്നതാണ് UPI Liteന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. നമ്മൾ ഓരോ പ്രാവശ്യവും UPI ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പേയ്മെന്റുകൾ നടത്തുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മൾ പിൻ ഉപയോഗിക്കേണ്ടതുണ്ട്. എന്നാൽ UPI Lite ഉപയോഗിച്ചാണ് നിങ്ങൾ പേയ്മെന്റുകൾ നടത്തുന്നതെങ്കിൽ അവിടെ UPI പിന്നിന്റെ ആവശ്യമില്ല. പിൻ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് പേയ്മെന്റ് നടത്താനാകും. UPI Lite ഉപയോഗിച്ച് പേയ്മെന്റുകൾ നടത്തുന്നതിന് ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്. UPI Lite ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ നടത്തുന്ന പേയ്മെന്റ് മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. UPI Lite ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ വാലറ്റിൽ നിന്നാണ്, UPI വാലറ്റിൽ നിന്നാണ് ആ പണം ഡെബിറ്റ് ചെയ്യുന്നത്. അതേസമയം ക്രെഡിറ്റ് ചെയ്യുന്നത്, ആർക്കാണോ നമ്മൾ ആ പണം അയക്കുന്നത് ആ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ആ പണം ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. UPI Lite ഉപയോഗിച്ച് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെന്റ് നടത്താം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ UPI IDയിലേക്കും നമുക്ക് പേയ്മെന്റ് നടത്താൻ സാധിക്കും. ഇവയൊക്കെയാണ് UPI Liteന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഇനി നമുക്ക് UPI Lite Xന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒട്ടേറെ ഉപഭോക്താക്കളെ കുഴപ്പത്തിലാക്കുന്ന ഒന്നാണ് UPI Lite, UPI Lite X എന്നിവ. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള UPI Lite X എന്നത് ഒരു ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ ഉപയോഗിക്കാവുന്ന സംവിധാനമാണ്. അതായത് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും നമുക്ക് UPI Lite X ഉപയോഗിച്ച് പേയ്മെന്റുകൾ നടത്താൻ സാധിക്കും. ഉദാഹരണമായി വിദൂരമായ ഗ്രാമപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലോ ഒക്കെ തന്നെ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമല്ല എന്ന് വിചാരിക്കുക. അവിടെ ഇരുന്ന് പോലും നമുക്ക് UPI Lite X ഉപയോഗിച്ച് പേയ്മെന്റുകൾ നടത്താൻ സാധിക്കും. അതാണ് UPI Lite Xന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ചുരുക്കി പറഞ്ഞാൽ UPI ആപ്പുകൾ ഉപയോഗിച്ച് ഓഫ്ലൈൻ പേയ്മെന്റുകൾ നടത്തുന്നതിനുള്ള സംവിധാനമാണ് UPI Lite X എന്നത്. UPI Lite X ഉപയോഗിച്ചുകൊണ്ട് പണം അയക്കുമ്പോൾ, പേയ്മെന്റ് നടത്തുമ്പോൾ പണം അയക്കുന്ന വ്യക്തിയുടെയും പണം സ്വീകരിക്കുന്ന വ്യക്തിയുടെയും ഡിവൈസുകൾ വളരെ അടുത്ത് തന്നെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ ഒരു പേയ്മെന്റ് സാധ്യമാവുകയുള്ളൂ. കാരണം ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെയാണ് ഈ ഒരു പേയ്മെന്റ് നടത്തപ്പെടുന്നത്. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തതിനാൽ തന്നെ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നൊരു സാങ്കേതിക വിദ്യയാണ് ഇതിലേക്കായി ഉപയോഗിക്കുന്നത്. അതിനാലാണ് പണം അയക്കുന്ന വ്യക്തിയുടെയും പണം സ്വീകരിക്കുന്ന വ്യക്തിയുടെയും ഡിവൈസുകൾ അല്ലെങ്കിൽ മൊബൈലുകൾ അടുത്തടുത്ത് തന്നെ ഉണ്ടാകണമെന്ന് പറയുന്നത്. മാത്രമല്ല 2 ഡിവൈസുകളിലും NFC ടെക്നോളജി ആക്ടിവേറ്റ് ചെയ്തിരിക്കേണ്ടതുണ്ട്. ഇതിലേക്ക് നിങ്ങളുടെ മൊബൈലിലെ സെറ്റിംഗ്സിൽ പോയിട്ട് അതിൽ NFC ടെക്നോളജി ഉണ്ടോ എന്ന് നോക്കുക. NFC ടെക്നോളജി അത് അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്, അത് ഓൺ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് UPI Lite X ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താൻ സാധിക്കുകയുള്ളൂ. UPI Lite X ഉപയോഗിക്കുമ്പോഴും UPI പിന്നിന്റെ ആവശ്യമില്ല. UPI പിൻ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ആ പേയ്മെന്റ് നടത്താൻ സാധിക്കും. UPI Lite X ഉപയോഗിച്ച് നമ്മൾ പേയ്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നല്ല ആ പണം പോകുന്നത്, മറിച്ച് UPI Lite എന്ന വാലറ്റിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള പണത്തിൽ നിന്നാണ് ആ തുക പോകുന്നത്.
ആർക്കാണോ നമ്മൾ പണം അയക്കുന്നത് ആ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ഈ പണം ക്രെഡിറ്റ് ചെയ്യുന്നതല്ല, മറിച്ച് ഈ തുക ആ വ്യക്തിയുടെ വാലറ്റിലാണ്, UPI ലൈറ്റിലാണ് വീണ്ടും ഈ തുക ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു പേയ്മെന്റിൽ ബാങ്ക് അക്കൗണ്ട് വരുന്നില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഒരു വാലറ്റിൽ നിന്നും മറ്റൊരു വാലറ്റിലേക്കുള്ള പേയ്മെന്റ് ആണ് UPI Lite X ഉപയോഗിച്ച് നടത്തപ്പെടുന്നത്. UPI Lite എന്ന ഫീച്ചർ UPI ആപ്ലിക്കേഷനുകൾ അവതരിപ്പിച്ചത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ തന്നെ ഇത്തരമൊരു ഓഫ്ലൈൻ പേയ്മെന്റിന്റെ സാധ്യത നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. UPI Lite ഉപയോഗിച്ച് ഓഫ്ലൈൻ പേയ്മെന്റുകൾ നടത്തുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് അപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതാണ് ഇപ്പോൾ UPI Lite X എന്ന പേരിൽ പുതിയൊരു ഫീച്ചറായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. UPI Liteഉം UPI Lite Xും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. DreamzNet ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.